ഡേ വിത്ത് മീ. അങ്ങനെ ഒടുവിൽ എൻ്റെ ഫസ്റ്റ് എവർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു വിയേർഡ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാ കറക്റ്റ് 7:30 ആയപ്പോഴേക്കും അലാറം കേട്ട് ഞാനിത് എഴുന്നേറ്റ ഉടനെ ബെഡിലിരുന്ന് തന്നെ എൻ്റെ ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളം കുടിച്ചു. ബിക്കോസ് മോർണിംഗ് ഹൈഡ്രേഷൻ ഈസ് ആൻ ആബ്സലൂട്ട് മസ്റ്റ്, യു നോ. അതിനുശേഷം നേരെ വിൻഡോയുടെ അടുത്ത് പോയി കർട്ടനൊക്കെ മാറ്റി കുറച്ചു നേരം ആ പീസ്ഫുൾ മോർണിംഗ് വൈബും കണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. ദെൻ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി സെറ്റ് ചെയ്തു. മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം അടുത്ത പണിക്കിറങ്ങി. കുറച്ച് ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ബോറടിക്കുന്ന പണിയാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചെയ്തപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും ഈ ഒരു ട്രിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാ പെട്ടെന്നെല്ലാം മടക്കി ഷെൽഫിലോട്ട് വെച്ചു. ഇനി ഒന്ന് ഫ്രഷ് ആവാം. അതിനായി ടവലും ഹെയർ വാഷ് ക്രീമും ക്ലെൻസറും ഫേസ് വാഷും എല്ലാം എടുത്തു. ഫ്രഷ് ആയ ഉടനെ ചെറിയൊരു മോർണിംഗ് വാക്കിന് പോയി. രാവിലെ തന്നെയുള്ള ആ ഒരു നടപ്പ് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. വന്ന് ഒന്നുകൂടി ഫ്രഷായി എൻ്റെ ഫേവറേറ്റ് കൊറിയൻ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി എൻ്റെ ഫേവറേറ്റ് പ്ലം മോയ്സ്ചറൈസറും ലിപ് ബാമും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ ഞാൻ അല്ലാണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. മാളിൽ പോയപ്പോൾ വാങ്ങിയ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്യൂട്ട് ലിറ്റിൽ പെർഫ്യൂം കൂടി അടിച്ച് ഞാൻ താഴേക്ക് പോയി. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പെർഫ്യൂമൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താഴെ വന്ന ആദ്യം തന്നെ ഒരു കപ്പ് ചൂട് ചായ ഒഴിച്ചു. അത് കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റെസിപ്പി വീഡിയോ ഞാൻ പിന്നീട് അല്ലാണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പാസ്തയിൽ എൻ്റേതായ ചില സീക്രട്ട് പൊടിക്കൈകളും പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. സോ എമ്മി ആൻഡ് ചീസി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ്ഡ് ആയിരുന്നപ്പോൾ ഇതാ നല്ല പഴുത്ത ചക്ക കഴിക്കാൻ കിട്ടി. എന്താ ടേസ്റ്റ് എന്നറിയോ, സൂപ്പർ സ്വീറ്റ് ആയിരുന്നു. ഇനി ലഞ്ചിൻ്റെ കാര്യമാണ്. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചോറുമാണ് ഇന്നത്തെ മെനു. ഇതാ ചിക്കനൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തു. ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രീതിയുടെ ഈ ഒരു മിക്സറാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് അരിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. സെക്കൻഡുകൾക്കുള്ളിലെല്ലാം പെർഫെക്റ്റായി സ്ലൈസ് ചെയ്ത് കിട്ടും. കിച്ചൺ വർക്ക് ഈസി ആക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മസാലയൊക്കെ ഇട്ട് ചിക്കൻ കറി സെറ്റാക്കി ചിക്കൻ ഫ്രൈക്ക് വേണ്ടത് മിക്സിയിലിട്ട് നന്നായി അരച്ച് മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുത്തു. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പർച്ചേസിനായി ഞാൻ നേരെ മാക്സിലേക്ക് വിട്ടു. ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എൻ്റെ ടേസ്റ്റിന് മാച്ച് ആകുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് കൊറിയൻ ടൈപ്പ് ക്രോപ്പ് ടോപ്പുകളും ജീൻസ് പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഡ്രസ് സെക്ഷനിൽ അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ കിഡ്സിന് ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി കിഡ്സ് സെക്ഷനിലേക്ക് പോയപ്പോഴാണ് അവിടെ ഈ ക്യൂട്ട് ടോയ്സ് കണ്ടത് കേട്ടോ. കണ്ടപാടെ എനിക്ക് അങ്ങോട്ട് നോക്കാതിരിക്കാനേ പറ്റിയില്ല. അവിടുത്തെ കളക്ഷൻ കണ്ട് ഞാൻ ശരിക്കും ഫ്ലാറ്റായിപ്പോയി. നമ്മളെ നോക്കി ചിരിക്കുന്ന ആ പിക്കാച്ചു പ്ലഷ് ഡോൾ, പാവത്താൻ ലുക്കിലുള്ള ആ നേവി ഷിപ്പ് പ്ലഷ് ടോയ്, പിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു പെങ്കിൻ സോഫ്റ്റ് ടോയ്, അങ്ങനെ ഒരുപാട് വണ്ടർഫുൾ കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം അങ്ങ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരാൻ തോന്നി. അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റായി. എനിക്ക് നല്ലോണം വിശക്കാനും തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഗ്രിൽ ഹൗസിലേക്ക് വിട്ടു. അവിടെ നിന്ന് നല്ല ചൂടുള്ള അൽഫാം വാങ്ങി കഴിച്ചു. എനിക്ക് പൊതുവേ സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടുത്തെ ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു എൻ്റെ ഷുഗർ ക്രേവിങ്സ്. നേരെ അൽബൈക്കിലേക്ക് കയറി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കിറ്റ്കാറ്റ് ഷേക്ക് വാങ്ങി കുടിച്ചു. ഇത് എത്ര തന്നാലും ഞാൻ കുടിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. കുറച്ച് നേരം കൂടി കറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ദിവസം എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.